പൊലാടി മക്കളെ കൊണ്ട് ജാസി നടക്കരുത്. എന്ന് പറഞ്ഞാൽ നാളെ ഇന്ന് എനിക്കായിരിക്കും പറ്റുക, നാളെ വേറൊരുത്തൻ ഈ കാര്യം പറ്റും. എനിക്ക് ഇന്നലെ എറണാകുളത്ത് ഇങ്ങോട്ട് വന്ന ഒരു അനുഭവം പറ്റി, ട്രെയിനിൽ വെച്ച് പറ്റിയതാണ്. നമ്മുടെ ജാസിയൊക്കെ അറിയായിരിക്കും, വീഡിയോസ് ഇടുന്ന ജാസിയൊക്കെ അറിയായിരിക്കുമല്ലോ. അപ്പം അവന്റെ കൂടെ നടക്കുന്ന ഒരു ശിങ്കിടി ഉണ്ട്. നമ്മളെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അവനെ അറിയാം, എന്താണെന്ന് അങ്ങനെ വീഡിയോസ് ഇടുന്ന കണ്ടുണ്ട്. അങ്ങനെ കൂട്ടുകാര് സപ്പോർട്ട് ചെയ്യും. എനിക്ക് നല്ല എന്നെ മനസ്സിലാക്കുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്, അതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഇതിലേക്ക് ശ്രീലക്ഷ്മി പോലൊക്കെ നല്ല മനസ്സിലാക്കുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, ഇനി എന്തൊക്കെ വന്നാലും ഞങ്ങൾ ഇടവും വലവും നോക്കാൻ നിന്ന് പോരാടില്ല. ഹെലന്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. പറയേണ്ടതെല്ലാം അവളുടെ വീഡിയോയ്ക്കകത്ത് അവൾ പറഞ്ഞിട്ടുണ്ട്. ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചോദിച്ച് മേടിക്കുമല്ലേടേ. ഇത്രയും തെറി കേട്ടിട്ട് ഇവന് ഒരു ഉളുപ്പുമില്ലെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. എന്തായാലും പറഞ്ഞിട്ടൊരു കാര്യമില്ല ജാസി. ഇനി നീ എന്തെങ്കിലും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും വിളിയായിരിക്കും അവൾ വന്ന് വിളിക്കാൻ പോകുന്നത്. എന്തായാലും ഇന്നലെ കൂട്ടത്തിൽ വേറൊരു കക്ഷി ഉണ്ടായിരുന്നല്ല, ജാൻമണി ഭയങ്കര ഡയലോഗായിരുന്നു വന്നിരുന്ന് ഹെലനെ പറ്റിയൊക്കെ പറഞ്ഞത്. കാര്യം ഇവരൊക്കെ വന്നിരുന്ന് ഭയങ്കര സംസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന കേൾക്കാം. ആ പെണ്ണിന് നാണമുണ്ടോ, ഇങ്ങനെയാണോ സംസാരിക്കുന്നത്, എൻ്റെ വീട്ടിലിരിക്കുന്ന അച്ഛനെ പോലും വെറുതെ വിട്ടില്ല, യാതൊരുവിധ ക്വാളിറ്റിയും ഇല്ലാത്ത സ്ത്രീയാണ് ഹെലൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവരുടെ വായിൽ നിന്ന് വീണ തെറിവിളി എന്തൊക്കെയാണെന്ന് നമ്മളെല്ലാവരും കേട്ടതാ. എനിക്ക് പബ്ലിക്കായിട്ട് ആ വാക്കുകൾ പറയാൻ പോലും പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ജാൻമണി തയ്ച്ചു വെച്ചോ, ഹെലൻ തിരിച്ച് വന്ന് വിളിക്കാൻ പോകുന്ന വിളിയുണ്ടല്ലോ, നീ ഒന്നും സ്വപ്നത്തിൽ കാണാൻ പറ്റാത്ത വിളിയായിരിക്കും അവൾ വന്ന് വിളിക്കാൻ പോകുന്നത്. അവളെ സംബന്ധിച്ച് യൂട്യൂബ് ആണെന്നോ സോഷ്യൽ മീഡിയ ആണെന്നോ ഒന്നും നോക്കത്തില്ല, ഒരു റെസ്ട്രിക്ഷനും വെക്കത്തില്ല. അവൾ നല്ല വിളിക്കുകയും ചെയ്യും. അതൊക്കെ കേൾക്കാനുള്ള ശക്തി നിനക്കൊക്കെ കിട്ടണമെന്ന് നീയൊക്കെ പ്രാർത്ഥിക്കും. എന്തായാലും നമുക്ക് വേറൊരു വിഷയത്തിലോട്ട് പോവാം. ഈ ജാസിയുടെ ഒപ്പം നടന്ന ഒരു പയ്യനുണ്ടല്ലോ, അവൻ്റെ പേരൊന്നും എനിക്ക് അറിയാൻ വയ്യ. ഇന്നലെ ഞാൻ ഇവരുടെ കമ്മ്യൂണിറ്റി പെട്ട ആരുടെ ഒരു കല്യാണം ഉണ്ടായിരുന്നല്ലോ, ആ കല്യാണത്തിന് വന്നിട്ടുള്ള ഒരു പയ്യനെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ അവൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ഇവിടെ കാണിക്കാം. സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ മനസ്സിലാക്കി നിൽക്കുന്ന കൂട്ടുകാര് സപ്പോർട്ട് ചെയ്യും. എനിക്ക് നല്ല എന്നെ മനസ്സിലാക്കുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്, അതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഇതിലേക്ക് ശ്രീലക്ഷ്മി പോലൊക്കെ നല്ല മനസ്സിലാക്കുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, ഇനി എന്തൊക്കെ വന്നാലും ഞങ്ങൾ ഇടവും വലവും നോക്കാൻ നിന്ന് പോരാടില്ല. ഈ ഇടവും വലവും നിന്ന് പോരാടുന്നവനെ നിങ്ങൾ കണ്ടല്ലോ, ഇവൻ്റെ പേര് എനിക്കറിയാം, ഈ അറിയുന്നവരാണ് കമൻറ്റ് ചെയ്യുക. ഇവൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അഖിലെന്നും കണ്ടാണ് ആ ഒരു പയ്യൻ്റെ പേര്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഈ ഒരു കല്യാണ ഫംഗ്ഷനിലോട്ട് വരുന്ന സമയത്ത് ഇവർ ഒരുമിച്ച് ട്രെയിനിൽ വരുമായിരുന്നു. ഈ ട്രെയിനിൽ വെച്ചിട്ട് ഈ വൃത്തികെട്ടവൻ ആ ഒരു പയ്യനെ കയറി പിടിക്കാനായിട്ട് ശ്രമിച്ചുവെന്നും വളരെ മോശമായിട്ട് പെരുമാറിയെന്നും പറഞ്ഞൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചോണം, ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരുത്തനാണ്. അപ്പോൾ ഈ ജാസിയെ സപ്പോർട്ട് ചെയ്യുന്നവന്മാരുടെയൊക്കെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. പൊലാടി മക്കളെ കൊണ്ട് ജാസി നടക്കരുത്. എന്ന് പറഞ്ഞാൽ നാളെ ഇന്ന് എനിക്കായിരിക്കും പറ്റുക, നാളെ വേറൊരുത്തൻ ഈ കാര്യം പറ്റും. എനിക്ക് ഇന്നലെ എറണാകുളത്ത് ഇങ്ങോട്ട് വന്ന ഒരു അനുഭവം പറ്റി, ട്രെയിനിൽ വെച്ച് പറ്റിയതാണ്. നമ്മുടെ ജാസിയൊക്കെ അറിയായിരിക്കും, വീഡിയോസ് ഇടുന്ന ജാസിയൊക്കെ അറിയായിരിക്കുമല്ലോ. അപ്പം അവന്റെ കൂടെ നടക്കുന്ന ഒരു ശിങ്കിടി ഉണ്ട്. നമ്മളെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അവനെ അറിയാം, എന്താണെന്ന് അങ്ങനെ വീഡിയോസ് ഇടുന്ന കണ്ടുണ്ട്, അങ്ങനെ അറിയുന്നുള്ള പരിചയമുണ്ട്. അപ്പം ഞാനും അവനും കൂടെ ഒരുമിച്ചാണ് ട്രെയിൻ കയറിയത്. അപ്പൊ ട്രെയിൻ ഞങ്ങൾ എറണാകുളത്താണ് കയറിയത്. അപ്പം എന്റെ ഒരു ഇതിൽ ഇപ്പൊ വീഡിയോസ് ഇടുന്ന ഒരാളല്ല, അപ്പം എന്തായാലും നമ്മൾ ആരായാലും ചെന്ന് പരിചയപ്പെടും. അങ്ങനെ ഞാൻ ചെന്ന് പരിചയപ്പെടും, ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം എറണാകുളത്ത് എത്തുന്ന കുഴപ്പമില്ല എന്ന് എറണാകുളത്ത് കഴിഞ്ഞ ട്രെയിൻ എറണാകുളത്ത് നിന്ന് എടുത്തപ്പം ഇപ്പൊ വേറെ സ്ഥലത്തൊക്കെ പിടിക്കാൻ തുടങ്ങി. ഞാൻ കാര്യം എടുത്ത് തട്ടി മാറ്റി, കൈയൊക്കെ തട്ടി. കേട്ടല്ലോ, എന്തുവാടെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കമ്മ്യൂണിറ്റി മുഴുവനും ഇങ്ങനെയുള്ള ആൾക്കാരാണോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാര്യം വളരെ നല്ലവരായിട്ടുള്ള ഒരുപാട് പേരെയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അവരൊക്കെ അവരുടെ ജീവിതങ്ങളായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുറേ നാറികൾ ഇറങ്ങി തിരിച്ചിരിക്കുവാണ്. എടോ, ഈ സെക്ഷ്വാലിറ്റി ഒന്നും ഞാനൊരു കുറ്റം പറയുന്നതൊന്നുമില്ല. നിങ്ങൾ ഗേ ആവാം, നിങ്ങൾക്ക് ബൈസെക്ഷ്വൽ ആവാം, സ്ട്രെയിറ്റ് ആവാം, അതൊക്കെ നമ്മുടെ അതൊക്കെ നമുക്ക് ജനറ്റിക്കലി കിട്ടുന്ന ഒരു കാര്യമാണ്. അതൊന്നും ഒരു തെറ്റുമില്ല. ഒരു മനുഷ്യരെ പറ്റിയിട്ട് ഞാൻ അതിനെ പറ്റിയിട്ട് കുറ്റം പറയാറേ ഇല്ല. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ കൺസെൻറ്റ് ഇല്ലാതെ അവരെ അതിക്രമിച്ച് കയറി പിടിക്കാൻ ശ്രമിക്കുക, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണിക്കുക, ഇതൊക്കെ അത്ര ശരിയുള്ളൊരു ഏർപ്പാടാണോ? ഇതിനൊക്കെ നാണോ എന്ന് പറയുന്നൊരു സാധനമുണ്ടോ എന്നാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. ഇപ്പോൾ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല, നിങ്ങൾക്ക് എന്തും കാണിക്കാം, കാര്യം നിങ്ങളുടെ ലൈഫാണ്. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, ഒരാളുടെ അനുവാദമില്ലാതെ ഇങ്ങനെയൊക്കെയുള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്നത് എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? ഇവനെ പോലെയുള്ള ആൾക്കാരാണ് അപ്പോൾ ജാസി സപ്പോർട്ട് ചെയ്തുകൊണ്ട് കിടക്കുന്നത്. അവൻ പറഞ്ഞ ഡയലോഗ് കേട്ടല്ലോ, ഞങ്ങളെ പോലെയുള്ള കുറച്ച് ആൾക്കാർ മതി, ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തോളാന്ന്. അപ്പോൾ ഇവൻ്റെയൊക്കെ നിലവാരം എന്താണെന്ന് ഇന്ന് തന്നെ മനസ്സിലായി. മാറ്റി അപ്പനെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഇവൻ ഒത്തിരി നേരം കൊണ്ട് പിടുത്തം എവിടേക്കൊക്കെ ഇരുന്ന് പിടിക്കുന്നുണ്ട്, ഞാൻ അപ്പനെ കൈയൊക്കെ തട്ടി മാറ്റുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ട്രെയിൻ പോകുന്നതിന്റെ വാതിക്കലാണ് ഇരിക്കുന്നത്. അപ്പം ഈ കഥകന്റെ ആ വാതിക്ക ഇരിക്കും. അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ എന്തെങ്കിലും ഞാൻ ചെയ്തു വെക്കാൻ അപ്പനെ നേരെ ട്രെയിനിൽ എടുത്ത് വരെ ചാടി കഴിഞ്ഞാൽ നാളെ ഞാൻ കൊലക്കുറ്റത്തിന് അകത്ത് കൊണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്.
ഈ നന്ദയില്ലാത്തവൻ ഞാൻ ആലപ്പുഴ എത്തിയപ്പോൾ നല്ല രീതി പെരുമാറിയിട്ടുണ്ട്. നല്ല രീതി നല്ല രീതി പെരുമാറിയിട്ടുണ്ട്. ചെള്ളക്കും കൊടുത്ത് അവിടെ ഇട്ട് ചവിട്ടി അരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഓടുന്ന ഇടിക്കുന്ന ട്രെയിൻ അപ്പം നല്ല രീതി കിട്ടിയിട്ടുണ്ടല്ലേ, വളരെ സന്തോഷം. എന്നിട്ടാണ് യാതൊരു എളുപ്പമില്ലാതെ കല്യാണത്തിനൊക്കെ വന്ന് ഒരു കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ നടക്കുന്നത്. എന്തുവാടെ നിന്നെയൊക്കെ വേണ്ടത്? ശരിക്കും പറഞ്ഞാൽ നിന്നെ മാത്രമല്ല, നിന്നെ പോലെയുള്ള വേറെ കുറേ ആൾക്കാരുണ്ട് ഇതുപോലെ പല രീതിയിലും. ഈ എല്ലാവരും സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണത്തെ പറ്റിയിട്ടല്ലേ കിടന്ന് വർണ്ണിക്കുന്നത്. ഇവിടെ ആണുങ്ങൾക്ക് നേരെയും ഇതുപോലെ ഒരുപാട് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് ഇവിടെ ആർക്കും ചർച്ച ചെയ്യണ്ട, പ്രത്യേകിച്ച് ട്രെയിനുകളിലും ബസ്സുകളിലും അല്ല. എന്തായാലും ജാസിയെ സപ്പോർട്ട് ചെയ്യുന്ന മഹാമാരുടെയൊക്കെ ക്വാളിറ്റി നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണുമല്ലോ. ഇനി ദൈവത്തെ ഓർത്ത് ഇവനൊന്നും വേണ്ടി കൊടിയും പിടിച്ചുകൊണ്ട് ഒറ്റ ഒരുത്തനും എൻ്റെ കമന്റ് ബോക്സിൽ പോലും കണ്ടുപോകരുത്. ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നാളെ കുറ്റത്തെ അട്ടാപത്താത്തോണ്ടാണ് ഞാൻ മാനിയായിട്ട് ഇവനെ അടിച്ചത്. അപ്പം ഇവന്റെ കാര്യം പിന്നെ ജാസ്തി എടുത്തൊരു ബഹുമാനം ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിൽ നടക്കുന്ന വീഡിയോസ് ഇടുന്നു, അവരുടെ കാര്യത്തിൽ അവർ ഇതായിട്ട് നിൽക്കുന്നു. ഞാൻ അവരെ കുറ്റപ്പെടുത്താനൊന്നും ഞാൻ ചെല്ലുന്നുമില്ല. അതൊക്കെ ശരിയായിരിക്കും. ജാസിയുടെ ഇഷ്ടത്തിനൊക്കെ ആയിരിക്കും നടക്കുന്നത്. ജാസിയെ പറ്റി ഇങ്ങനെയൊക്കെയുള്ള ഒരു കംപ്ലൈന്റ് നമ്മൾ ആരും കേട്ടിട്ടില്ല. നമ്മൾ ജാസിയെ പറ്റി കുറ്റം പറയുന്നത് എന്താ? സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഉടായ്പ് കാണിക്കുന്നു. അതായത് ഒരു കൂട്ടം ജനങ്ങളെ മുഴുവനും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്ന പരിപാടിയാണ് ജാസി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേ ജാസിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ സ്വഭാവമാണ് നമ്മളിവിടെ എക്സ്പോസ് ചെയ്യുന്നത്. മനസ്സിലായോ? ജാസി ഇങ്ങനെ ചെയ്യുമെന്നൊന്നും നമ്മൾ ആരും ഇവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ജാസി കാണിച്ചുകൊണ്ടിരുന്ന പരിപാടി എന്താ? ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറയുന്നു, ഞാൻ ബോട്ടം സർജറി നടത്തിയെന്ന് പറയുന്നു. അങ്ങനെയുള്ള പല ഉടായ്പകളുമാണ് ജാസി കാണിച്ചുകൊണ്ടിരുന്നത്. അതിനേക്കാണ് നമ്മൾ എക്സ്പോസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഈ ഇവനെ കൊണ്ട് ജാസി ഞാൻ കാലി പിടിച്ച് പറയാം, വെറും തന്തയില്ലാത്തവരെ കാണിച്ചത്. എന്താ പറഞ്ഞാൽ വീഡിയോസ് കാണുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ പോയി പരിചയപ്പെട്ടത്. അപ്പൊ ഇങ്ങനെ കാണിക്കുന്നൊക്കെ അറിയില്ല. പിന്നെ അവൻ എന്റെ അടുത്ത് ഒത്തിരി കാര്യങ്ങൾ ഓഫർ ചെയ്ത്, ഐഫോണ് ഗൾഫിൽ എന്തോ ജോലി സെറ്റ് ആയി തരാൻ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് തന്തയില്ലാത്ത. അപ്പം എന്തായാലും ഈ വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചിരുന്നു. എന്തായാലും എന്റെ മനസ്സ് ഇതാക്കണില്ല. വീഡിയോ ഇട്ടൊക്കെ തുറന്നു പറഞ്ഞ് മനസ്സിലാക്കി ഇട്ടേക്കാണ്. അപ്പം സൂക്ഷിച്ചൊക്കെ ഇനി പോവാണ്. ബോയ്സ് ആയാലും സൂക്ഷിച്ചൊക്കെ ഇവ അടുത്തോട്ട് പോയി ഫാനാണെന്നൊന്നും പറയില്ല, പിടിച്ചു കളയും. ഇത്രയാണ് സംഭവം. എന്തായാലും അവനിട്ട് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നത്, ഐഫോൺ മേടിച്ചു കൊടുക്കാം, പുറത്ത് വിദേശത്ത് ജോലി വാങ്ങി കൊടുക്കാം എന്നൊക്കെ വാഗ്ദാനം കൊടുത്തു എന്ന്. എന്തുകൂടെ ഇതിൽ പണ്ടില്ല ഒരു വോയിസ് ക്ലബ്ബ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, പൊറോട്ട ബീഫും വാങ്ങി കൊടുക്കാമെന്നും പറഞ്ഞിട്ട്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെറ്റപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ജാസിയുടെയൊക്കെ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരുടെയൊക്കെ വിലയാണ് ഇവിടെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര രീതി ഇവർക്കൊക്കെ വേണ്ടി സംസാരിക്കുന്ന ആൾക്കാർ ഇതൊന്നും കാണുന്നില്ലേ ആവോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് എല്ലാത്തിനും നൂറുകണക്കിന് അഭിപ്രായങ്ങളാണ്, പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഒരു മനുഷ്യർക്കും ഒന്നും പ്രതികരിക്കണ്ട. കൊള്ളാം. എന്തായാലും ഇതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇനി എന്തായാലും നമുക്ക് ജാസിക്കിട്ട് ഹെലൻ കൊടുത്ത് തെറിവിളി ഒന്ന് കാണാം. ആണ് പിന്നൊന്ന് ഈ തന്തയില്ലാത്ത ചേറ്റപ്പട്ടി നാറി ചേറ്റ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ഇവൻ എന്നോട് പറഞ്ഞു പോലും, പിന്നെ മോളെ ഞാൻ സർജറി കഴിഞ്ഞു, മോക്ക് ആ സർജറി കാണണം. ഞാൻ എന്നാ കാണിച്ചോന്ന് പറഞ്ഞത്. ഏരപ്പേ, നിന്നോട് ഞാൻ എപ്പോഴാണ് പറഞ്ഞത്? നീ എന്നോട് എപ്പോഴാണ് ചോദിച്ചത് മോക്ക് കാണണം? ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ ചില വേർഡ്സുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് ഈ മോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം. അതുകൊണ്ട് മാത്രമാണ് അവൾ കുറേ വാക്കുകൾ വിളിക്കാത്തത്. ഇല്ലെങ്കിൽ ഹെലൻ്റെ സ്വഭാവം വെച്ചിട്ട് നല്ല വിളിക്കുകയും ചെയ്യും. വേണമെങ്കിൽ 2 എണ്ണം നിൻ്റെയൊക്കെ ചെവുക്കല്ലിന് പൊട്ടിക്കുകയും ചെയ്യും. ഇതൊക്കെ നീയൊക്കെ ചോദിച്ച് മേടിക്കുന്ന ഒരു കാര്യമാണ്. എടാ, ഒരു പെണ്ണിൽ നിന്ന് ഇത്രയും തെറിവിളി കേട്ടിട്ടും നിനക്കൊന്നും ഒരു ഉളുപ്പുമില്ലേടേ. നിന്റെ കമ്മ്യൂണിറ്റി പെട്ട ഒരു മനുഷ്യർക്കും ഒരു ഉളുപ്പുമില്ലേ? വന്നിരുന്ന് ഭയങ്കര രീതിയിൽ ന്യായീകരിക്കുവാണ്. എന്ത് കണ്ടിട്ടാണ് നിന്നെയൊക്കെ ന്യായീകരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവൻ്റെ വീഡിയോയിൽ തന്നെ ഇവൻ എടുത്തു പറഞ്ഞു, അവൾ ഓൾറെഡി പറഞ്ഞു അവൾക്ക് കാണാനായിട്ട് താല്പര്യമില്ല, ഞാൻ പുറത്താണ് എന്ന് പറഞ്ഞു എന്ന്. എന്നിട്ടും ഇവൻ എന്തുവാ കാണിച്ചത്? നിർബന്ധ പ്രകാരം ഇവൻ കാണിക്കുമായിരുന്നു. അതായത് ഞാൻ വീഡിയോ ഓൺ ആക്കിക്കോളാം, നീ വീഡിയോ ഓൺ ആക്കണ്ട, ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് തുറന്ന് കാണിച്ചു കൊടുത്ത്. മോക്ക് കാണണം, അപ്പൊ ഞാൻ നിന്നോട് കാണണമെന്ന് പറഞ്ഞോ? ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. എനിക്ക് ഒറ്റ തന്തയുള്ളൂ, കെ രാജേഷ്. ഞാൻ ഒരിക്കലും നിങ്ങളോട് എന്നാ എനിക്ക് വിശ്വാസമില്ല, നിങ്ങൾ സർജറി ചെയ്തത് ഡൗൺ ആണോ പിന്നെ ബ്രസ്റ്റ് ആണോ എന്ന് എനിക്ക് സർജറി ചെയ്ത് എനിക്ക് അറിയില്ല, എനിക്കൊന്ന് കാണണം, ഞാൻ പറയില്ല ഒരിക്കലും. ഈ മോതിരി തോന്നിയ എന്നെ കുറിച്ച് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലോ, നിങ്ങൾ ഈ കാണുന്ന ഓൺലൈൻ മീഡിയാസിലുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലാത്തവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അല്ല പിന്നെ ഞാനിങ്ങനെ എന്റെ മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷൻ കാസ് പണം ദുഡ് മണി ഞാൻ പറഞ്ഞ എന്നെ വിശ്വസിക്കുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇവരെന്നോട് ഞാൻ കാണിക്കട്ടെ എന്ന് ചോദിച്ചു കാണിച്ചതൊന്നുമല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, എന്റെ അടുത്ത് അങ്ങനത്തെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. വീഡിയോ ഓണാക്കും മോളെ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. പിന്നെ ദാ ഇത് കാണൂ എന്നുള്ളത്. അല്ലാണ്ട് എന്നോട് ഞാൻ സർജറി കഴിഞ്ഞു മോളിതൊന്ന് അങ്ങനെയൊന്നും അല്ല സംഭവം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ 100% ഞാൻ പറഞ്ഞു എനിക്കത് കാണുമൊന്നും വേണ്ട, എന്നെ നിങ്ങളത് ബോധിപ്പിക്കും വേണ്ട എന്നുള്ളത് ഞാൻ പറഞ്ഞേ.
എന്നിട്ടും അവർ പറഞ്ഞു, എന്റെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ സുഖം ആയതിനു ശേഷം നിങ്ങൾ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. അങ്ങനെ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സുഖം പ്രാപിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്ന ആൾക്കാർക്കുള്ള ഉത്തരം കൊടുത്താൽ മതി. എങ്ങനെ, ഞാൻ ഇന്ന സർജറിയാണ്, ഇന്ന സ്ഥലത്താണ് കഴിഞ്ഞത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ എത്രയോ, ചിലപ്പോൾ ഈ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവാം. പിന്നെ ബ്രസ്റ്റ് സർജറിയും ഡൗൺ ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവാം. എവിടെ നിന്നാണ്, എങ്ങനെയാണ്, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരും മിണ്ടാണ്ടിരിക്കും, നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അതൊരു ഇൻഫർമേഷൻ ആയിരിക്കും എന്ന് ഞാൻ എന്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഈ ചേട്ടനോട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ ബോട്ടം സർജറി നടത്തത്തില്ല എന്ന് വളരെ വ്യക്തമാണ്. ആ ഒരു കാര്യമാണ് ഹെലൻ്റെ വീഡിയോയ്ക്കകത്തും എൻ്റെ വീഡിയോയ്ക്കകത്ത് പിന്നെ ബൈജു ചേട്ടൻ്റെ വീഡിയോയ്ക്കകത്തെല്ലാം വന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവൻ ഇവിടെ എന്തുവാ ഇപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത്? അവിടെ അങ്ങനെ ഒരു സർജറി നടക്കും, അവിടെ അങ്ങനെ സർജറി ചെയ്ത ആൾക്കാരുണ്ട്. അത് മാത്രമല്ല, ഇവൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഇവൻ പറയുന്നത് റിസപ്ഷനിൽ ഇരിക്കുന്ന വ്യക്തിക്കെതിരെ ഇവൻ കേസ് കൊടുക്കാനും പോവുകയാണെന്നാണ് പറയുന്നത്. ജനങ്ങളെ മുഴുവനും ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് നോക്കിയത് ഇവൻ ഒറ്റ ഒരുത്തനാണ്. ഇവൻ ഇതുവരെയും അത് മനസ്സിലായിട്ടില്ല. ഇവൻ്റെ ഒരു സംസാര രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളാണ് ഈ പറയുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയത്. അല്ലാതെ ഇവനെ ഒരു തെറ്റുമേ ചെയ്തിട്ടില്ല. പിന്നെ ഇവൻ പറയുന്നത് ഇവൻ സർജറി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്, അത് അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം, അത് അവൻ ഓപ്പണായിട്ട് വന്ന് പറയേണ്ട ആവശ്യമില്ലെന്ന്. പിന്നെ നീ എന്തോ ഉണ്ടാക്കാനാണ് നീ അങ്ങനെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ ഇട്ടത്? നിനക്ക് മാന്യമായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉടായ്പ പരിപാടികൾ കണ്ടന്റുകൾ ചെയ്തിട്ട് അങ്ങ് പോയാൽ പോരായിരുന്നോ? നീ എന്തിനാണ് ഇങ്ങനെയുള്ള രീതിയിൽ ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ നോക്കിയത്? ഈ ഒരു വിഷയത്തിൽ എത്രയോ ആൾക്കാർ പ്രതികരിച്ചിട്ടുണ്ടെന്നറിയോ? നീ പ്രഗ്നൻസിയുടെ വീഡിയോ കാണിച്ച് ഉടായ്പ് കാണിച്ച സമയത്തെ ഒരുപാട് സ്ത്രീകൾ വന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെപ്പോലെയുള്ള പല സ്ത്രീകളും ഒരു കുട്ടിയെ ഉണ്ടാവാൻ വേണ്ടി ഞങ്ങൾ കിടന്ന് പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ യവനെ പോലെയുള്ള നാറികൾ ഇത് കാണിക്കുമ്പോഴത്തേക്ക് സ്ത്രീകളെ ഒന്നടങ്കം ആക്ഷേപിക്കുവാണെന്നായിരുന്നു പല സ്ത്രീകളും വന്ന് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ഉടായ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്ന യവന്മാർക്കൊക്കെ എതിരെ നടപടിയെടുക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇവനൊക്കെ സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയ ഒന്ന് യൂസ് ചെയ്യാനായിട്ട് യാതൊരുവിധ ക്വാളിറ്റി ഇല്ല. എന്നിട്ടാണ് വന്നിരുന്ന് പറയുന്നത്, ആ കുട്ടീനോട് ഞാൻ ചോദിച്ചു മോക്ക് കാണണോ, അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കാണണം എന്ന്. എന്റെ ഭഗവാനെ, നിങ്ങൾ ഞാൻ പറയട്ടെ, പടച്ച റബ്ബിനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ പടച്ച റബ്ബ് ഇത് കാണുന്നുണ്ട്. ആ പടച്ച റബ്ബ് ഇത് കാണുന്നുണ്ട്. നിങ്ങൾ എന്നോട് പറഞ്ഞു അല്ലേ കാണിച്ചു തരട്ടെ, ഞാൻ കാണിച്ചു. നിങ്ങൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? വേറൊരു പിന്നെ മണി ടീമിന് ഞാൻ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ അല്ല, അത് വേറെ വീഡിയോ വരും. മനസ്സിലായില്ലേ? എനിക്ക് ആ മണിയോടാണ് ഞാൻ പറയുന്നത്, ഈ കുണ്ടന് ഞാൻ ഉപയോഗിച്ചതിന്റെ അങ്ങേ അറ്റം ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലായില്ലേ? ഒരുങ്ങി വെച്ചോ, നല്ല വിളിയായിരിക്കും വിളിക്കാൻ പോകുന്നത്. ജാൻമണി അടുത്താണ്. ജാൻമണി അനാവശ്യമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ പോയി ഇടപെടരുത്. അത് മാത്രമല്ല, ജാൻമണി വന്ന് പറയുന്ന വാക്കുകൾ ഒരു ബോധവും വിവരവും ഇല്ലാതെയാണ് കൊച്ചുപ്രേമം വന്നിരുന്ന് സംസാരിക്കുന്നത്. കാര്യം നിങ്ങൾ എന്തുവാ വന്നിരുന്ന് പറയുന്നത്? നിങ്ങൾ പട്ടി ലോക്കാവണമെന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ പറയുന്നുണ്ട്. ആ വേർഡ് ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഞാൻ നിങ്ങളെ അവിടെ കേൾപ്പിക്കാം. അധിക്ഷേപിച്ചുകൊണ്ട് കമന്റ് ഇടുകയും വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് നല്ല കഴപ്പുണ്ട്. അവൾക്ക് നല്ല കഴപ്പെന്ന്. നല്ല സംസ്കാരമാണ് നിനക്കൊക്കെ. എൻ്റെയൊക്കെ സംസ്കാരത്തിനും പ്രവർത്തിക്കുവാണ് ഹെലനെ പോലെയുള്ള ആൾക്കാർ നല്ല വിളിച്ചു തരുന്നത്. ഇതിന് ഒരു രീതിയിലും കുറ്റം പറയാൻ പറ്റത്തില്ല. കുറേ ആൾക്കാർ വന്ന് ഹെലനെയൊക്കെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ. ഇതൊരു പെൺകുട്ടിയാണോ, എങ്ങനെയാണോ തെറി വിളിക്കുന്നതെന്ന്. ഇവൻ്റെയൊക്കെ പ്രവൃത്തി എന്താണ്? ഇവരെയൊക്കെ പറയുന്നത്, ഇവൻ്റെയൊക്കെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്താണ്? അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിളികൾ വിളിക്കുന്നത്. അതൊരു ലാംഗ്വേജ് വെച്ചാൽ അട്ടർ ലാംഗ്വേജ്, തേർഡ് റേറ്റ് ആളുകളുടെ ബാക്കിൽ ഒരു സൈഡ് ഒരു വ്യക്തി നിൽക്കുന്ന കണ്ടോ? ആ വ്യക്തിയെ പറ്റിയിട്ടുള്ള കാര്യമാണ് നമ്മൾ കുറച്ചു മുന്നേ കേട്ടത്. അതായത് ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ ഇത്തരം ഉടായിപ്പ് പരമനാറികളാണ് ഉള്ളത്. എത്ര നല്ല നല്ല ആൾക്കാരെയൊക്കെ നമുക്കറിയാമെന്നറിയോ? അവരൊന്നും ഒരിക്കലും ഇങ്ങനെയുള്ള പ്രവർത്തികളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് പ്രതികരിച്ചുകൊണ്ടോ നടക്കുന്ന ആൾക്കാരൊന്നും അല്ല. അവരൊക്കെ അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന ആൾക്കാരാണ്. ആ കമ്മ്യൂണിറ്റിക്ക് മുഴുവനും ചീത്തപ്പേരുണ്ടാക്കാനാണ് ഇങ്ങനെയുള്ള കുറേ ആണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. വീട്ടിലെ സ്വന്തം ഒരു ഫാമിലി ഉണ്ടായിട്ട് ആ വീഡിയോ വീട്ടുകാരി കാണുമില്ലേ? അവന്റെ അമ്മ അച്ഛൻ കാണുമില്ലേ? അവന്റെ ഭാര്യ കുട്ടികൾ ആരോ കാണുമില്ലേ? കാണും. പിന്നെ കഴപ്പമാറത്തെ പ്രശ്നമില്ല, കടിയുണ്ടോ അല്ലേ? അത് മാറണം. ജാസിനെങ്ങനെ വേട്ടയാടുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ, അത് കാണുമ്പോൾ എന്ത് തോന്നുന്നു? നല്ലതല്ലേ? വാട്ട് എവർ പബ്ലിസിറ്റി ഈസ് ഗുഡ് പബ്ലിസിറ്റി. എപ്പോഴും നമ്മള് ഫ്രണ്ട് പേജിൽ ഉണ്ടാവണം. ഇപ്പൊ ജോലിയുള്ള ആൾക്കാർക്ക് അവിടെ ഇരുന്നിട്ട് നമ്മളെ വേണ്ടി സംസാരിക്കണമെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ് അല്ലേ? നമുക്ക് ജോലിയുണ്ടോ? നമ്മളെ പോയിട്ട് വേറെ ആൾക്കാർക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. മൊത്തം ഈ ആൾക്കാർ വന്നിട്ട് എന്താ കമ്മ്യൂണിറ്റിയിലെ കുണ്ടിയിലെ ലോക്ക് അടിക്കാൻ പറ്റും?
നല്ല കൾച്ചറും നല്ല സ്റ്റാൻഡേർഡുമാണ്. ബിസിനസ് ക്ലാസ്സിൽ മാത്രം ട്രാവൽ ചെയ്യുന്ന ജാൻമണിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാൻമണി പോലും ഇവിടെ ഡൗൺ സർജറി ഒന്നും നടത്തിയിട്ടില്ല. വെറുതെ ഇതുപോലെ ഇങ്ങനെ ഒരു സാരി ഉടുത്ത് പെൻവേഷൻ കെട്ടിക്കൊണ്ട് നടക്കുവാണ്. ഇവിടെ സർജറി ചെയ്ത ആൾക്കാരെയൊക്കെ നമുക്ക് അംഗീകരിക്കാം. ഇത് സർജറി ഒന്നും ചെയ്യാത്ത ടീമുകളാണ് വന്നിരുന്ന് ഈ സംസാരിക്കുന്നത്. ഇവരെ പോലെയുള്ളവരെയൊക്കെ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കണ്ടില്ലേ? ഇതാണ് പറഞ്ഞത്. നീയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചീത്ത വിളിയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മേടിക്കുന്നതാണ്. എന്തായാലും ഒരുങ്ങിയിരുന്നോ, നല്ല വിളി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഇല്ലല്ലോ, പിന്നെ കഴപ്പമാടത്തെ പ്രശ്നമില്ല, കടിയുണ്ടോ അല്ലേ, അത് മാടണം മാടത്തെ. റീൽസ് ഒക്കെ വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, അന്തസ്സായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ തിരക്കായത് കൊണ്ടാണ് കൊടുക്കാൻ ഇത്തിരി വൈകുന്നത്. എല്ലാ മണികൾക്കും ടെൻ നന്നായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കപ്പം സ്റ്റേ ട്യൂൺഡ്. പറ്റിയ ഇന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കമന്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. വളരെ 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 സന്തോഷം. നിങ്ങൾക്ക് പിന്നെ നല്ല നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും അടിപൊളിയായിട്ട് മണികൾക്കെല്ലാം ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. എന്തായാലും ഒരുങ്ങി വെച്ചോ, നല്ല രീതിയിൽ അതിനുള്ള മറുപടി കൊടുക്കുമെന്നാണ് പറയുന്നത്. നീയൊക്കെ ഇതൊക്കെ നല്ല ഡിസേർവിംഗ് ആണ്. സത്യം പറഞ്ഞാൽ നിന്നെയൊക്കെ വിളിക്കുന്ന ഓരോ തെറികൾക്കും ആ ഒരു പെൺകുട്ടിക്ക് പൂമാലകൾ കിട്ടത്തേ ഉള്ളൂ. കാര്യം ആ പ്രവൃത്തികളാണ് നിന്നെ പോലെയുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയ കിടന്ന് കാണിക്കുന്നത്. ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരോടൊക്കെ നമുക്ക് പുച്ഛം മാത്രമാണ് തോന്നുന്നത്. ഒരുപാട് ആൾക്കാർ വന്നിരുന്ന് ചോദിക്കുന്നുണ്ട്, അവരവരുടെ കണ്ടന്റ് ഇട്ട് ജീവിക്കുമല്ലേ, നിനക്കൊക്കെ എന്താണ് പ്രശ്നം എന്നൊക്കെ എനിക്ക് കുറേ കമൻ്റ് ഉണ്ട്. അതായത് നീയൊക്കെ ആലോചിക്കും, നിനക്കൊന്നും ബോധവും വിവരവും ഇല്ല, അതാണ് ഒന്നാമത്തൊരു സത്യം. ബോധം വിവരം ഉള്ളവരെ ഇവരെ ആരെയും സപ്പോർട്ട് ചെയ്യത്തില്ല. അതായത് ഞാനിവിടെ ഒരിക്കലും അവരുടെ സെക്ഷ്വാലിറ്റിയോ അല്ലെങ്കിൽ അവരങ്ങനെ ആയി പോയതിൻ്റെ പേരിൽ അവരെ അങ്ങനെ കളിയാക്കുന്നൊന്നുമല്ല. പക്ഷേ ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ പെട്ട ചില ആൾക്കാർ, ഇപ്പം കുറച്ച് മുന്നേ കാണിച്ച ഒരുത്തനെ പോലെ ഉള്ള കുറച്ച് ആൾക്കാർ, അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് അഗെയിൻസ്റ്റ് ആണ് നമ്മളെല്ലാവരും വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഒരിക്കലും മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയുമല്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.